ഇന്ന് ഇതേപോലെ ഒരു ബ്രെഡ് ഡോണറ്റ് ആണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്ന് ഇതേപോലെ ഒരു അടിപൊളി ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകാം. അയ്യോ, ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡ് ഡോണറ്റ് ചെയ്താലോ കൂട്ടുകാരെ. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടല്ല, ബ്രെഡ് അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. ഇതിനു വേണ്ടി കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് തണുത്ത പാലാണ്. ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാൽ ഒത്തിരിയും കൂടി പോകരുത്. നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണല്ലോ. ശകലം ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൂടെ ശകലം ഓയിൽ തേച്ച് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉണ്ടല്ലേ. ഇതാണ് ബ്രെഡ് ഡോണറ്റ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് വീട്ടിൽ ശരിയാക്കിയിടുക. അതേപോലെ ഹെൽത്തി ആയിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. അതുപോലെ വളരെ എളുപ്പമാണ്. ഉണ്ടല്ലേ, നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്താ സൂപ്പർ. ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക കേട്ടല്ലോ. ഇപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ബ്രെഡ് എടുക്കുക. ഉണ്ടല്ല, 7 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 10 ബ്രെഡാണ് എടുത്തത്. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഉണ്ടല്ലേ, ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലേ, നമ്മുടെ ഡോണറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി അടുത്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീതിയുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഡോണറ്റ് ഇവിടെ എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോഴിത് ഞാൻ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഉരുക്കി എടുത്തതാണ്. ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. തേച്ച് പിടിപ്പിക്കുക. അതിൽ മുക്കി കൊടുത്താലും മതിയാവും. കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ എടുക്കുന്നതായിരിക്കും. ഉണ്ടല്ലേ? അപ്പോൾ ചോക്ലേറ്റൊക്കെ എല്ലാ കടകളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ബ്രെഡ് ഡോണറ്റ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇങ്ങനെ എല്ലായിടും ആക്കി കൊടുക്കണം. കണ്ടല്ല? അടിപൊളി. ഇതും അതേപോലെ തന്നെ എല്ലായിടും ആവത്തൊക്കെ വിധി അങ്ങ് കറക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ ബ്രെഡ് ഡോണറ്റ്. വളരെ ഈസിയാണ്. പിന്നെ പാലൊഴിക്കുമ്പോൾ അത് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്കിതുപോലെ ഉരുട്ടി എടുക്കണമല്ലേ. ഇപ്പോഴെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുനാഫയുടെ എന്തോന്നാണ് അടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ വെർമസലി പോലുള്ള അടയുണ്ടല്ലോ, അതിൽ കുനാഫയുടെ വളരെ തിന്നായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇത് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേ അടിപൊളിയല്ലേ നമ്മുടെ ബ്രെഡ് കുനാഫ, സോറി ബ്രെഡ് ഡോണറ്റ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നല്ലത്, ഹെൽത്തിയുമായിരിക്കും. അവർ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും. അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.